കടം കയറി കഷ്ടകാലത്തിലായ കേരളം ബജറ്റ് പ്രതീക്ഷയിലേക്കാണ് കണ്ണുനട്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ കടം 1.62 ലക്ഷം കോടിയായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മാത്രം വർധനവ് 4.29 ലക്ഷം കോടിയാണ്. ഒരു മാസം കേരളം കടമെടുക്കുന്നത് ശരാശരി 3000 കോടി രൂപ. ഇങ്ങനെ പോയാൽ തലയൂരാനാവാത്ത കടക്കെണിയിൽപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് സാമ്പത്തിക വിദഗ്ധർ. സംസ്ഥാനത്തിന്റെ പൊതുകടം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 34%. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ കൂടി ചേർക്കുമ്പോൾ 4% കടം കൂടി വർദ്ധിക്കും. നിലവിൽ സംസ്ഥാനം വർഷം തോറും തിരിച്ചടക്കേണ്ടത് 70,000 കോടി മുതൽ 80,000 കോടി രൂപ വരെയാണ്. കടമെടുക്കുന്നതാകട്ടെ ഒരു വർഷം 1 ലക്ഷം കോടിയും. ഒരു വശത്ത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും വലിയ തോതിൽ വർദ്ധിക്കാത്ത സ്ഥിതി. മറുവശത്ത് കടമെടുക്കുന്ന തുകയുടെ നല്ലൊരു പങ്കും ശമ്പളവും പെൻഷനും നൽകാനും മറ്റ് ഭരണപരമായ ആവശ്യങ്ങൾക്കും ചിലവിടേണ്ട അവസ്ഥ. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കേരളം മുറവിളി കൂട്ടുമ്പോൾ എന്തുകൊണ്ടത് സാധ്യമല്ലെന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കൊറോണ കാലത്ത് കേന്ദ്ര സർക്കാർ പ്രത്യേക പാക്കേജ് എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കടമെടുപ്പ് പരിധി 4.5% ഉയർത്തി. കൊറോണയ്ക്ക് ശേഷം ഇത് കുറച്ചു. GSDPയുടെ 3.5% സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാനാകുന്നത്. ഇതുവഴി ഭരണപരമായ ചിലവുകൾ പോലും നടത്താൻ കഴിയാതെ വന്നതോടെയാണ് കിഫ്ബി പെൻഷൻ കമ്പനി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാൻ ആരംഭിച്ചത്. എന്നാൽ ഈ തുക സർക്കാരിന്റെ ബാധ്യതയായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി. ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ബജറ്റിന് പുറത്തുനിന്നെടുത്ത വായ്പ തവണകളായി തിരിച്ചുപിടിക്കാനുള്ള നിർദ്ദേശം വന്നതോടെ കേരളം ഒരു വർഷം തിരിച്ചടക്കേണ്ടത് 4000 കോടി രൂപയാണ്. 2022-23 വാർഷിക ഓഡിറ്റ് അനുസരിച്ച് 3.85 ലക്ഷം കോടിയാണ് 2023 മാർച്ച് 31 വരെയുള്ള സർക്കാരിന്റെ കടം. ഈ സാഹചര്യം ഉള്ളതിനാലാണ് കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് കഴിയാത്തത്. എത്ര നാൾ കേരള ഗവൺമെന്റിന് വായ്പയെടുത്ത് ഇങ്ങനെ ചിലവാക്കാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കിഫ്ബി വഴിയും അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി വഴിയും ബഡ്ജറ്റിന് പുറത്ത് വായ്പയെടുത്ത് കടബാധ്യത വർദ്ധിപ്പിച്ചത് നല്ലതല്ല എന്നാണ് CAGയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേരള ഗവൺമെൻറ്റിൻ്റെ കടമെടുപ്പിനൊരു പരിധി കൊണ്ടുവരാൻ നിർബന്ധിതമായത്. അപ്പോൾ അത് 3% നിൽക്കുകയാണ്. ഈ 3% നിന്ന് വീണ്ടും ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെലവുകൾ നേരിടാം, പക്ഷേ നമ്മുടെ ബാധ്യത വർദ്ധിക്കും. ഇപ്പോൾ തന്നെ ഒരു വർഷം ശരാശരി 28,000 മുതൽ 29,000 കോടി രൂപ വരെ പലിശയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നുണ്ട്. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ കടം 1.62 ലക്ഷം കോടി രൂപയായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മാത്രം വർധനവ് 4.29 ലക്ഷം കോടിയാണ്. 8 വർഷം കൊണ്ട് 2.67 ലക്ഷം കോടിയുടെ വർധന. വരുന്ന മാർച്ചോടെ ഇത് 4.71 ലക്ഷം കോടിയാകും. വികസന പദ്ധതികൾക്കായി പണം കടമെടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ വികസനത്തിനെന്ന പേരിൽ കടമെടുക്കുന്ന തുക വിനിയോഗിക്കുന്നത് പഴയ കടം തിരിച്ചടയ്ക്കാനാണെന്നതാണ് യഥാർത്ഥ വസ്തുത. ഈ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുക സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.